അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്ന് നമ്മുടെ നൂറ ഔട്ടായിരിക്കുകയാണ്. അത് നൂറയുടെ എവിക്ഷൻ ഒരു ഫെയർ എവിക്ഷൻ ആയിരുന്നു. അതായത് ആദിൽ ഔട്ടാവുന്ന എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആദിലേക്ക് വോട്ട്സ് പൊതുവേ കുറവായിരുന്നു. പക്ഷേ ഇത്ര നാൾ ആദിലെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ എന്തായാലും നൂറയെ സപ്പോർട്ട് ചെയ്യും. അതെല്ലാവർക്കും അറിയാം. അത് ആദിലയുടെ വോട്ട്സൊക്കെ ആദിൽ ഔട്ടായി കഴിഞ്ഞാൽ നേരെ പോകുന്നത് നൂറയ്ക്കായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് നൂറയ്ക്ക് ആ വോട്ട്സ് കിട്ടിയില്ല? അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ആഴ്ച നടന്ന നെഗറ്റീവ് കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇത്രയും നാൾ തോളത്ത്, അതായത് 90 ദിവസം തോളത്ത് കൈയിട്ട് നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് പുറയുന്ന കുത്തുന്ന സ്വഭാവം ഫാമിലി ഓഡിയൻസിന് എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു മെയിൻ കാരണം കൊണ്ട് തന്നെയാണ് നൂറയുടെ വോട്ട്, അതായത് ആദിലേക്ക് ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത ഓഡിയൻസ് പോലും നൂറയ്ക്ക് വോട്ട് ചെയ്യാണ്ടിരുന്നത്. അതാണ് മെയിൻ റീസൺ. അതായത് പ്രത്യേകിച്ച് ഇന്നലെ നടന്ന സംഭവം, ഇന്നലെ നടന്ന സംഭവം അത് ഏതാന്ന് പോലും നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ നൂറ് അത് ക്ലിയർ ചെയ്യാനും നിന്നില്ല. അത് ആ സമയത്ത് ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ, അത് അനുമോളോട് സംസാരിച്ച് ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ ആ പരിപാടി ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തേ, പുള്ളിക്കാരോട്ട് സംസാരിക്കാനും പോയില്ല. അതാണ് ഈ എവിക്ഷൻ്റെ മെയിൻ കാരണം. ഇത് മാത്രമല്ല, അതിന് മുന്നേ ഈ ആഴ്ച മൊത്തം ഇതേപോലത്തെ സംഭവം ഉണ്ടായിരുന്നു. ഇത് 2 ദിവസം കൊണ്ട് ഇവർ വന്ന് സംസാരിച്ച് റീഎൻട്രി വന്ന കണ്ടസ്റ്റൻസായിട്ട് സംസാരിച്ച് ഇതേപോലത്തെ ഇത് പറയുന്ന സമയത്ത് ഇവർ അനുമോളായിട്ട് സംസാരിച്ച് തീർത്തിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ തീർന്നേനെ. ഇവർക്ക് ഇത്രയും നെഗറ്റീവ് വരില്ലായിരുന്നു. ഇത്രയും നാൾ പോസിറ്റീവായിരുന്ന കണ്ടസ്റ്റൻസ് ഒറ്റ ദിവസം കൊണ്ട്, അത് 1-2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് നെഗറ്റീവ് ആയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം. നാളെ എനിക്കൊന്ന് ഇന്ന് വോട്ടിംഗ് ക്ലോസ് ചെയ്യുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.